ഹലോ എവരി വൺ, ഇത് കൃഷ്ണപ്രസാദാണ്. ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇൻട്രൊഡക്ഷൻ ടു പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ്. ഇതിൽ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്, അതിൻ്റെ ടൈപ്സ്, ബേസിക് പ്രിൻസിപ്പിൾ, അഡ്വാൻറ്റേജസ്, അപ്ലിക്കേഷൻസ്, ഇങ്ങനെയാണ് ഈ ഒരു ഡിസ്കഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു സ്ട്രക്ചറൽ മെമ്പറിൽ, RCC മെമ്പറിൽ ഉള്ള ലിമിറ്റേഷൻസും എസ്പെഷ്യലി ക്രാക്ക് ഫോർമേഷൻ ഒക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് RCCയുടെ തന്നെ ഒരു മോഡിഫൈഡ് ഫോമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ്. ഇതിൽ ഒരു അഡീഷണൽ ഫോഴ്സ്, ആക്ച്വൽ ലോഡിങ്ങിന് മുമ്പേ തന്നെ ഒരു അഡീഷണൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ആ അഡീഷണൽ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന അഡീഷണൽ സ്ട്രെസ്സ് ആക്ച്വൽ ലോഡിങ് കൊണ്ടുണ്ടാകുന്ന ടെൻസൈൽ സ്ട്രെസ്സിനെ ഓപ്പോസ് ചെയ്യുന്ന തരത്തിൽ അറേഞ്ച് ചെയ്തിട്ട് സ്ട്രക്ചറൽ മെമ്പറിൻ്റെ സർവീസ് ലൈഫും പെർഫോമൻസും ഇൻക്രീസ് ചെയ്യുക, അതാണ് പ്രീ സ്ട്രെസ് കോൺക്രീറ്റിലൂടെ ചെയ്യുന്നത്. ആദ്യമായിട്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫ്രേസിനെറ്റ് ആണ്. IS 1343 ആണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് റിലേറ്റഡ് ടു പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ്. ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്ന ഒന്ന് രണ്ട് പോയിൻറ്റ്സ് ജനറൽ നോളജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. ആദ്യത്തെ ഇന്ത്യയിലെ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ബ്രിഡ്ജ് 1948 ചെയ്ത ആസാം റെയിൽ ലിങ്ക് പ്രോജക്റ്റാണ്. പക്ഷേ നമ്മളെപ്പോഴും ഒരു ക്ലാസിക് എക്സാമ്പിളായിട്ട് പറയുന്നത് പാമ്പൻ റോഡ് ബ്രിഡ്ജ് രാമേശ്വരമാണ്. ഇതിൻ്റെ കൺസെപ്റ്റ് നമുക്ക് ആദ്യം ഒരു RCC ബീം കൺസിഡർ ചെയ്യാം. അതിൽ ലോഡിംഗ് ഉണ്ട്, സിംപ്ലി സപ്പോർട്ടഡ് കാൻഡിലിവർ രണ്ടും കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടെൻസൈൽ സ്ട്രെസ്സ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ, ടെൻസൈൽ സ്ട്രെസ്സ് ടേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റൽ റോഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട് RCC. എന്നിരുന്നാലും ഡ്യൂ ടു ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ്, ഷ്രിങ്കേജ്, ടെമ്പറേച്ചർ എഫക്ട്സ്, അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ആക്ച്വൽ റിയൽ വേൾഡ് കണ്ടീഷനിൽ ടെൻസൈൽ സോണിൽ ക്രാക്ക് ഫോം ചെയ്യും, സാധാരണ ക്രാക്ക് ഫോം ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ക്രാക്സ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് സ്ട്രക്ചറിനെ നയിക്കും, അതിൻ്റെ സർവീസ് ലൈഫ്, പെർഫോമൻസ് എക്സെട്ര. അപ്പോൾ രണ്ടാമത്തെ ഫിഗറിൽ ബിയിൽ കാണിക്കുന്നത് ഒരു പോസ്റ്റ് ടെൻഷൻ ബീം ആണ്. അതിൽ ബിഫോർ ആക്ച്വൽ ലോഡിംഗ് കണ്ടീഷൻ ഒരു എക്സ്ട്രാ സ്ട്രെസ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്ട്രെസ്സ് ലോഡ് ചെയ്യുമ്പോൾ ഫിഗർ സി ആക്ച്വൽ ലോഡിംഗ് വരുമ്പോഴത്തേക്കും ആക്ച്വൽ ലോഡിംഗ് കൊണ്ടുണ്ടാകുന്ന ടെൻസൈൽ സ്ട്രെസ്സിനെ വളരെ കുറച്ച് കൊണ്ടുവരും. അങ്ങനെ സ്ട്രക്ചറിന് കൂടുതൽ ലോഡ് എടുക്കാനും RCCയിൽ ഉണ്ടായിരുന്ന പോലുള്ള ക്രാക്കുകൾ ഇല്ലാതിരിക്കാനും വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ്. ഇത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് പ്രീ ടെൻഷൻ, രണ്ടാമത് പോസ്റ്റ് ടെൻഷൻ. പേരിൽ സൂചിപ്പിക്കുന്ന പോലെ പ്രീ ടെൻഷൻ, അതായത് നമ്മൾ ആക്ച്വൽ ലോഡിങ്ങിന്, ആക്ച്വൽ സ്ട്രക്ചറൽ മെമ്പർ കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ലോഡ് അപ്ലൈ ചെയ്യുന്നതാണ് പ്രീ ടെൻഷൻ, പ്രീ സ്ട്രെസ്സിങ്. പോസ്റ്റ് ടെൻഷൻ ആണെങ്കിൽ സ്ട്രക്ചറൽ മെമ്പർ കാസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നതിനാണ് പോസ്റ്റ് ടെൻഷൻ എന്ന് പറയുന്നത്. പ്രീ ടെൻഷന് എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അത് ഫാക്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് മെമ്പേഴ്സ് നമ്മൾ ഫാക്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് സൈറ്റിൽ കൊണ്ടുപോയി ഇൻസ്റ്റാൾ ചെയ്യുന്ന കൺസ്ട്രക്ഷനിലാണ് ഇത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ലെറ്റ്സ് സേ നമ്മളൊരു ബീമാണ് ചെയ്യുന്നത്.
നമുക്ക് ബീമിൻ്റെ രണ്ട് എൻഡിലും ജാക്സ് വെക്കും. അത് കണക്ട് ചെയ്ത് ടെൻഡൻസ് അല്ലെങ്കിൽ വയേഴ്സ് യൂസ് ചെയ്യും. അതിൽ ടെൻസൈൽ ഫോഴ്സ് അപ്ലൈ ചെയ്യും. അതിനുശേഷം ബീം കാസ്റ്റ് ചെയ്യും. ബീം കാസ്റ്റ് ചെയ്ത് ഹാർഡൻ ചെയ്ത ശേഷം ഈ ജാക്സ് നിന്ന് ടെൻഡൻ്റെ കണക്ഷൻ ഒഴിവാക്കും. അപ്പോൾ ഒരു സ്ട്രെസ് ട്രാൻസ്ഫർ കോൺക്രീറ്റിലേക്ക് നടക്കും. സാധാരണയായിട്ട് റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റും സ്റ്റീം ക്യൂറിങ്ങും കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, പെട്ടെന്ന് തന്നെ നമുക്ക് ഔട്ട്പുട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ഫിഗറിൽ ആക്ച്വൽ കണ്ടീഷനിൽ യൂസ് ചെയ്യുന്ന ജാക്കും സ്ട്രക്ചറൽ മെമ്പറുമാണ് കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ടൈപ്പാണ് പോസ്റ്റ് ടെൻഷൻ പ്രീ സ്ട്രെസ്സിങ്. അതിൽ കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിനുശേഷം സ്ട്രക്ചറൽ മെമ്പർ കാസ്റ്റ് ചെയ്യും. ഈ ഡക്ട്സിൻ്റെ ഉള്ളിൽ ടെൻഡൻസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ വയേഴ്സ് ഉണ്ടായിരിക്കും. കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ വയേഴ്സിനെ ജാക്സ് വെച്ച് ടെൻസൈൽ സ്ട്രെസ് അപ്ലൈ ചെയ്യും. അതിനുശേഷം ഈ ഡെക്സ് ഗ്രൗട്ട് വെച്ച് ഫില്ല് ചെയ്യും. അത് കൊറോഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇതിലെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ലോഡ് അപ്ലൈ ചെയ്യുന്നത്. ഇതിന് മെയിനായിട്ട് ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് സ്റ്റീലും അതിൻ്റെ സ്പെസിഫിക്കേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പോസ്റ്റ് ടെൻഷൻ്റെ ആണെങ്കിൽ M30, പ്രീ ടെൻഷൻ്റെ ആണെങ്കിൽ M40 ഗ്രേഡ്, കോൺക്രീറ്റ് ഗ്രേഡ് സാധാരണ ഉപയോഗിക്കുന്നത്. ഇതാണ് റെക്കമെൻഡഡ് ആയിട്ടുള്ള കോൺക്രീറ്റ് ഗ്രേഡ്സ്. സ്റ്റീലിൽ ഹൈ ടെൻസൈൽ സ്റ്റീൽ ബാസ് ആണ് കൺഫേമിംഗ് ടു IS 2090. അതിൻ്റെ തന്നെ മിനിമം ടെൻസൈൽ സ്ട്രെങ്ത് പറയുന്നത് മിനിമം 980 Nm². ആണ്. മറ്റ് വയേഴ്സ് മറ്റ് മെറ്റീരിയൽസ് ഉപയോഗിക്കാനുള്ള സ്പെസിഫിക്കേഷൻസും IS കോഡിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ പറയാൻ വേണ്ടിയിട്ട് ഒരു റെക്റ്റാങ്കിൾ ക്രോസ് സെക്ഷനിലുള്ള ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് UDL കൺസിഡർ ചെയ്യാം. അതിൽ P എന്ന് പറയുന്ന പ്രീ സ്ട്രെസ്സും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട് ത്രൂ ന്യൂട്രൽ ആക്സിസ്. നമ്മളിതിൻ്റെ സ്ട്രെസ് ഡയഗ്രാംസ് വരയ്ക്കുകയാണെങ്കിലും നമുക്കറിയാം UDL വെച്ച് മാക്സിമം മൊമെൻറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. അത് വെച്ച് M/Z കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് കിട്ടും. അത് വെച്ചിട്ടുള്ള സ്ട്രെസ് ഡയഗ്രമാണ് ആദ്യത്തേത് കാണിച്ചിരിക്കുന്നത്. രണ്ടാമത് യൂണിഫോം കംപ്രസീവ് സ്ട്രെസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് പ്രീ സ്ട്രെസ് P മൂലമുണ്ടാകുന്ന യൂണിഫോം സ്ട്രെസ്സാണ്. P/A നമുക്കത് യൂണിഫോം സ്ട്രെസ് കിട്ടും. ഇതിൻ്റെ ഒരു എഫക്റ്റീവ് സ്ട്രെസ് ടെൻസൈൽ സ്ട്രെസ്സിനെ നിയർലി 0 അല്ലെങ്കിൽ 0 എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടാവുന്ന തരത്തിൽ P അപ്ലൈ ചെയ്യാം. അപ്പോൾ ആക്ച്വൽ ലോഡിംഗ് വരുന്ന കണ്ടീഷനിൽ നമുക്ക് ടെൻസൈൽ സ്ട്രെസ് വളരെ കുറഞ്ഞ ഒരു സ്ട്രക്ചറൽ മെമ്പർ നമുക്ക് കിട്ടും. അത് നമുക്ക് പലതരത്തിൽ ബെനിഫിഷ്യലാണ്. രണ്ടാമത്തെ കേസ്, ഇതിലൊരു എക്സെൻട്രിസിറ്റി, പ്രീ സ്ട്രെസ്സിന് എക്സെൻട്രിസിറ്റി അപ്ലൈ ചെയ്താലുള്ള കേസാണ് രണ്ടാമത്തെ കേസ്. സെയിം മെമ്പർ UDL, പക്ഷേ ഇവിടെ വ്യത്യാസം പ്രീ സ്ട്രെസ് P അപ്ലൈഡ് അറ്റ് എ എക്സെൻട്രിസിറ്റി ഓഫ് E ഫ്രം ദ ന്യൂട്രൽ ആക്സിസ്. ഫസ്റ്റ് സ്ട്രെസ് ഡയഗ്രാം കാണിക്കുന്നത് M/Z തന്നെയാണ്. രണ്ടാമത്തത് P/A യൂണിഫോം സ്ട്രെസ് ഡ്യൂ ടു പ്രീ സ്ട്രെസ്. മൂന്നാമത്തത് PE/Z മൊമെൻറ്റ് ഡ്യൂ ടു പ്രീ സ്ട്രെസ് P ഡിവൈഡഡ് ബൈ സെക്ഷൻ മോഡുലസ്. അതിൻ്റെ ഒരു എഫക്റ്റീവ് സ്ട്രെസ് ടോട്ടൽ വരുന്നത് എങ്ങനെ അറേഞ്ച് ചെയ്യണമെന്ന് വെച്ചാൽ
നമുക്ക് കംപ്രസീവ് സ്ട്രെസ് മാത്രം വരുന്ന തരത്തിൽ അതിനെ അറേഞ്ച് ചെയ്താൽ അത് വളരെ ബെനിഫിഷ്യലായിരിക്കും. അപ്പോൾ ഇതിൽ PE/Z വരുന്നതുകൊണ്ട് ആക്ച്വലി P വാല്യൂ ക്യാൻ ബി റിഡ്യൂസ്ഡ്. പക്ഷേ E എന്ന് പറയുന്ന ഇതിനൊരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് വരെയാണ് നമുക്കിതിന് പോകാൻ പറ്റുക. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചിലപ്പോൾ ഡയറക്റ്റ് പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ PE കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ആയിരിക്കും. ഇത് യൂഷ്വലി യൂണിവേഴ്സിറ്റി എക്സാംസിന് വരാറുണ്ട്. അടുത്ത ഒരു ഭാഗം ലോസസ് ഇൻ പ്രീ സ്ട്രെസ്സിങ്. സാധാരണ കേസുകളിൽ 30% എക്സ്ട്രാ ലോഡ് പ്രീ സ്ട്രെസ്സിങ്ങിന് ഉപയോഗിക്കാറുണ്ട്. ആക്ച്വൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നതിനേക്കാളും ഒരു 30% എക്സ്ട്രാ. അത് ഇതിൽ പറയുന്ന ലോസസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഫസ്റ്റ് വന്ന് റിലാക്സേഷൻ ഓഫ് സ്റ്റീൽ, എലാസ്റ്റിക് ഷോർട്ടനിങ് ഓഫ് ദ കോൺക്രീറ്റ്, shrinkage and creep of the concrete, slippage during anchoring, friction between tendon and duct in post tension members. ലാസ്റ്റ് വന്നത് പോസ്റ്റ് ടെൻഷൻ മെമ്പേഴ്സിൽ മാത്രമാണ്. മറ്റ് 5 കാര്യങ്ങൾ ഷ്രിങ്കേജ് ആൻഡ് ക്രീപ്പ് ഞാൻ ഒന്നിച്ചെഴുതിയതുകൊണ്ടാണ് 5 പോയിൻറ്റ്സ് കോമൺ ആണ് ഫോർ ബോത്ത്. അപ്പം ടോട്ടലി 30% ആണ് എക്സ്ട്രാ നമ്മൾ ലോസസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി പ്രീ സ്ട്രെസ് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്. അത് നേരത്തെ കോൺസെപ്റ്റ് പറയുമ്പോൾ പറഞ്ഞ സെക്ഷൻ റിമെയിൻസ് അൺക്രാക്ഡ് അണ്ടർ സർവീസ് ലോഡ്, അതാണ് ഫസ്റ്റ് പോയിൻ്റ്. ക്രാക്ക് ചെയ്തില്ല എങ്കിൽ കൊറോഷൻ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ സ്റ്റീലിൻ്റെ നമുക്ക് ഫുൾ സെക്ഷൻ സ്ട്രെങ്ത് ഉപയോഗിക്കാൻ പറ്റും. ഡിഫോർമേഷൻ കുറവായിരിക്കും, ഷിയർ കപ്പാസിറ്റി കൂടുതലായിരിക്കും. ഇതൊക്കെയാണ് ആദ്യത്തെ വരുന്നത്. രണ്ടാമത് ഹൈ സ്പാൻ ടു ഡെപ്ത് റേഷ്യോ. എസ്പെഷ്യലി ബ്രിഡ്ജ് പോലുള്ള സ്ട്രക്ചറുകളിൽ സ്പാൻ വളരെ കൂടുതലായിരിക്കും. ആ കേസുകളിൽ RCC മെമ്പേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിലും ഡിഫോർമേഷൻസ് കവർ ചെയ്യാൻ വേണ്ടി, സേഫ് ലിമിറ്റിൽ എത്തിക്കാൻ വേണ്ടി നമുക്ക് വളരെ ഡെപ്ത് കൂടിയ മെമ്പേഴ്സ് ഉപയോഗിക്കേണ്ടി വരും. അത് ചിലപ്പോൾ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അങ്ങനെയുള്ള കേസുകളിലൊക്കെ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ആണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളത്. അടുത്തൊരു പോയിൻ്റ് സ്യൂട്ടബിൾ ഫോർ പ്രീ കാസ്റ്റ് കൺസ്ട്രക്ഷൻ. ഫാക്ടറി മെയ്ഡായിട്ട് നമ്മൾ ചെയ്തിട്ട് സൈറ്റിൽ വന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന കൺസ്ട്രക്ഷൻ, ആ കേസുകളിൽ ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള മെത്തേഡ് പ്രീ സ്ട്രെസ്സിങ് മെത്തേഡ്സാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഫാക്ടറിയിൽ ചെയ്യുന്നതുകൊണ്ട് ക്വാളിറ്റി കൺട്രോൾ വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഒരു തവണ യൂസ് ചെയ്ത ഫോം വർക്ക് തന്നെ വലിയ പരിക്കുകളില്ലാതെ നമുക്ക് അടുത്ത തവണ വീണ്ടും ഉപയോഗിക്കാനുള്ള പറ്റും. ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ഇനി ഡിസഡ്വാൻറ്റേജസ്. പ്രീ സ്ട്രെസ്സിങ്ങിന് സ്കിൽഡ് ആയിട്ടുള്ള ടെക്നോളജി, സ്കിൽഡ് ലേബർ മസ്റ്റാണ്. ഇതിലുപയോഗിക്കുന്ന ഹൈ സ്ട്രെങ്ത് മെറ്റീരിയൽസ് എപ്പോഴും കോസ്റ്റ്ലി ആയിരിക്കും. കോൺക്രീറ്റ് ആയാലും സ്റ്റീലായാലും ഹൈ സ്ട്രെങ്ത് ഗ്രേഡാണ് നമുക്ക് വേണ്ടത്. ജാക്ക്, മറ്റ് അഡീഷണൽ സപ്പോർട്ടിങ് എക്യുപ്മെൻറ്റ്സിനെല്ലാം വേണ്ടി ഒരു അഡീഷണൽ കോസ്റ്റ് നമ്മളെപ്പോഴും കാണേണ്ടതുണ്ട്. പിന്നെ നമുക്ക് വരുന്ന ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ഷൻ, അതിനുവേണ്ടി ഒരു എക്സ്ട്രാ എമൗണ്ട് എപ്പോഴും നമ്മുടെ പ്രോജക്റ്റിൽ കാണേണ്ടതുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. നമുക്ക് കുറച്ച് അപ്ലിക്കേഷൻസ് നമുക്കത് ലിസ്റ്റ് ചെയ്യാം. അത് എല്ലാ ആപ്ലിക്കേഷൻസും കവർ ചെയ്യുന്നില്ല, കുറച്ച് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ബ്രിഡ്ജസ് ആസ് യൂഷ്വൽ നേരത്തെ പറഞ്ഞ പോലെ ലോങ് സ്പാൻ കേസുകളിലൊക്കെ വളരെ യൂസ്ഫുള്ളാണ് പ്രീ കാസ്റ്റ് കൺസ്ട്രക്ഷൻ. ഓഫ്ഷോർ പ്ലാറ്റ്ഫോംസ്, കോൺക്രീറ്റ് പൈൽ ഫൗണ്ടേഷൻ, സ്ലാബ്സ്, വാട്ടർ ടാങ്ക്, തിൻ ഷെൽ സ്ട്രക്ചേഴ്സ്, ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്, ഇലക്ട്രിക് പോൾസ്, റെയിൽവേ സ്ലീപ്പേഴ്സ്, പൈപ്സ്, ബോക്സ് ഗേർഡേഴ്സ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസ്. ആ പൈപ്സ് എന്നൊക്കെ പറയുമ്പോൾ നോർമൽ പൈപ്പ് അല്ല, ആ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ആൾക്കാരുടെ വലിപ്പവും പൈപ്പിൻ്റെ ഡയമീറ്ററും തമ്മിൽ കമ്പയർ ചെയ്യാം.
എസ്പെഷ്യലി സിയിലൊക്കെ ഉപയോഗിക്കുന്ന ലാർജ് ഡയമീറ്റർ പൈപ്പ്സാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രിക് പോൾസ് നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ട്, ഒന്നിച്ച് ഫാക്ടറിയിൽ ചെയ്യുന്നതാണ്. അത് പ്രീ സ്ട്രെസ്സിങ് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പണ്ട് കാലത്ത് വുഡൻ ഉപയോഗിച്ചിരുന്നു, പിന്നെ RCCയിലേക്ക് വന്നു. RCCയും കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ക്രാക്ക് ചെയ്യുന്നതും പൊട്ടുന്നതുമൊക്കെ നമ്മൾ വഴിയരികിൽ കണ്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ഈ ക്രാക്കിങ്ങും കാര്യങ്ങളും റസ്റ്റിങ്ങും എല്ലാം അവോയ്ഡ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഈ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് പോൾസാണ്. അപ്പോൾ അത് കോമൺ ആയിട്ട് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സ്ലീപ്പേഴ്സ്. താങ്ക് യു.